The 19th century criticism. Romanticism was the main literary movement of the 19th century. It is a term to show the literary artistic movement that took place between 1785 and 1832 in the Western Europe. It occurred in the context of the Industrial Revolution and the French Revolution. There were great social, political, and economic changes. Romanticism moved away from the materialistic worldview and looked to the immigration and nature as sources of insight. Writers showed a great relevance of nature and believed that intuition, emotion, and imagination more important. They thought that these were more instructive than empiricism, and the reason 19th സെഞ്ച്വറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാന സംഭവം എന്ന് പറയുന്നത് റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ തുടക്കമായിരുന്നു. 1785 1832 ഇടയ്ക്ക് ഉണ്ടായിരുന്ന സാഹിത്യ ആ ഒരു ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള ഒരു ചേഞ്ചിനെയാണ് ഈ ഒരു വാക്കുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്കുകൊണ്ട് മെയിനായിട്ട് മെൻഷൻ ചെയ്യുന്നത്. It occurred in the context of the Industrial Revolution and the French Revolution. വെസ്റ്റേൺ യൂറോപ്പിലാണ് ഈ ഒരു റൊമാൻറ്റിക് മൂവ്മെൻറ്റിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെയും ഫ്രഞ്ച് റെവല്യൂഷൻ്റെയും ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എക്കണോമിക്കലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു കാലത്തുണ്ടായിരുന്നു. റൊമാൻറ്റിസിസം അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്ന മെറ്റീരിയലിസ്റ്റിക് ചിന്താഗതിയിൽ നിന്നും മാറി റൊമാൻറ്റിസിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു. റൊമാൻറ്റിസിസം മീൻസ് നമ്മളെ തോട്ട്സ് അതുപോലെ തന്നെ നമ്മളുടെ ഇമാജിനേഷൻ നേച്ചറിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള കവിതകളും റൈറ്റിങ്സൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. The writers showed a great reverence for nature and believed that intuition. എഴുത്തുകാരൊക്കെ തന്നെ പ്രകൃതിയോട് വളരെയധികം ബഹുമാനം കാണിക്കുകയും അതുപോലെ തന്നെ അവരുടെ ഒരു ഇൻവിഷൻ ഇമോഷൻസും ഇമാജിനേഷൻസിനൊക്കെ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് അവർ ചിന്തിക്കാനും തുടങ്ങി. അവർ ചിന്തിച്ചത് ഈ രീതിയിലാണ്. ഈ എംപീരിയലിസങ്ങളിൽ കൂടിയും അതായത് അനുഭവ സിദ്ധാന്തങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ ബുദ്ധിയിൽ കൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇമാജിനേഷനിലൂടെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്നാണ് ഇത്തരത്തിലുള്ള എംപീരിസിസം എന്ന് മെൻഷൻ ചെയ്യുന്നത്. The romantic period discarded the values of instinct during the Augustan age and it tried to get away from the rigid writing styles of ancient classical examples of Virgil, Horace, and Homer. Instead, poets and writers were inspired to write their own personal creative voices. The romantic poets like Wordsworth, Coleridge, Shelley, and Keats were critics also. They strongly defended the romantic ideals regarding poetic composition, nature, function of poetry, and poetic diction towards the end of the century, and we see the Victorian critics adding the new dimensions to the role of critics and rejecting many of the ideas of the Romanticists. റൊമാൻറ്റിസിസത്തെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. നമ്മൾ ഏതൊരു കാര്യത്തെ കാണുന്ന സമയത്ത് ദ റൊമാൻറ്റിക് പീരിയഡ് ഡിസ്കാർഡഡ് ദ വാല്യൂസ് ഓഫ് ഇൻസ്റ്റിൽഡ് ഡ്യൂറിങ് ദ അഗസ്റ്റിൻ ഏജ്. നമ്മളുടെ 5 സെൻസസിനെ കുറിച്ച് പറയുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയാറില്ലേ, 5 സെൻസസ്. അപ്പോൾ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി വരുന്നതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഇമാജിനേഷനിലൂടെ വരുന്ന കാര്യങ്ങൾ. റൊമാൻറ്റിസിസം അതിന് മുമ്പ് നിലനിന്നിട്ടുണ്ടായിരുന്ന അഗസ്റ്റിൻ കാലഘട്ടത്തിലെ ചിന്താഗതിയൊക്കെ പാടെ തള്ളിക്കളയുക ചെയ്തിട്ടുണ്ടായിരുന്നത്.
അഗസ്റ്റിൻ ചിന്താഗതിയൊക്കെ പാടെ തള്ളിക്കളയുക ചെയ്തിട്ടുള്ളത്. റൊമാൻറ്റിസിസത്തിൽ ഇമാജിനേഷനും നേച്ചറിനും അതുപോലെ നമ്മളുടെ തോട്ട്സിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. പഴയ കാലത്തെ മാറ്റമൊന്നും അനുവദിക്കാത്ത എഴുത്തുകാർ ആയിട്ടുള്ള വെർജിൽ, ഹൊറേസ്, ഹോമർ അങ്ങനെയുള്ള എഴുത്തുകാരുടെ രീതികളും അവരൊരിക്കലും, അതായത് റൊമാൻറ്റിക് പീരിയഡിൽ ഉണ്ടായിരുന്ന എഴുത്തുകാർ ഒരിക്കലും തയ്യാറായിരുന്നില്ല പഴയ കാലത്തെ രീതികൾ ഫോളോ ചെയ്യാൻ. അതിന് പകരം റൊമാൻറ്റിക് പീരിയഡിലെ എഴുത്തുകാർ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള രീതിയിലൂടെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് അവരുടെ ക്രിയേറ്റീവ്നെസ് അവർ പ്രകടിപ്പിക്കാൻ തുടങ്ങുക ചെയ്യുന്നത്. റൊമാൻറ്റിക് പോയറ്റ്സിൻ്റെ എക്സാമ്പിൾസാണ് വില്യം വേർഡ്സ്വർത്ത്, കോൾറിച്ച്, ഷെല്ലി, കീറ്റ്സ് എന്നിങ്ങനെയുള്ള എഴുത്തുകാർ. ഇവർ റൊമാൻറ്റിക് പോയറ്റ്സ് മാത്രമായിരുന്നില്ല, അവർ ക്രിട്ടിക്കൽ കൂടിയായിരുന്നു. അവർ നിരൂപണങ്ങൾ, ഓരോ വർക്കിനെയും ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്ന ക്രിട്ടിക്സ് കൂടിയായിരുന്നു അവർ. അവരെല്ലാവരെയും, അതായത് പോയട്രി എഴുതുന്ന ആളുകളെ പറ്റിയും അതുപോലെ തന്നെ നേച്ചറിനെ പറ്റിയും അതിൻ്റെ ഒരു മീനിങ്ങിനെ പറ്റിയും ഉദ്ദേശത്തെ പറ്റിയൊക്കെ, അതിൻ്റെ ലാംഗ്വേജിനെ കുറിച്ച്, പുതിയ ആശയങ്ങളെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് ഇൻ്റർപ്രറ്റേഷൻസ് റൊമാൻറ്റിക് പീരിയഡിലെ എഴുത്തുകാർ കൊണ്ടുവരിക ചെയ്യുന്നത്. ആ ഒരു നൂറ്റാണ്ടിൻ്റെ അവസാനമായ സമയത്തേക്കും വിക്ടോറിയൻ ക്രിട്ടിക്സ് അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ കൂടുതൽ ആശയങ്ങൾ കൊണ്ടുവരികയാണ്. പല റൊമാൻറ്റിക് ആശയങ്ങളെയും ഈ ഇത്തരത്തിലുള്ള അഗസ്റ്റിൻ ഏജിലെ ക്രിറ്റിക്സ് തള്ളിക്കളയുന്നുണ്ട്. അതായത് ഓരോ നൂറ്റാണ്ടിലെയും ആശയങ്ങൾ, അഗസ്റ്റിൻ ഏജ് അല്ല, വിക്ടോറിയൻ ഏജിലെ റൊമാൻറ്റിക് പീരീഡ് കഴിഞ്ഞാലാണ് വിക്ടോറിയൻ ഏജ് വരുന്നത്. അപ്പം റൊമാൻറ്റിക് ആ ഒരു കാലഘട്ടത്തിലുള്ള എഴുത്തുകാരൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കവിതകൾക്കും ഹ്യൂമൻ തോട്ട്സിന്, ഇമോഷൻസിന്, വളരെ ലൈറ്റായിട്ട് നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ, ഇതൊക്കെയായിരുന്നു റൊമാൻറ്റിക് പീരിയഡിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വന്ന വിക്ടോറിയൻ ഏജ് എന്ത് ചെയ്തു? ഇതിലെ പല ആശയങ്ങളെയും അവർ തള്ളിക്കളയുക ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ഈ ഒരു റൊമാൻറ്റിക് പീരിയഡിന് മുമ്പുണ്ടായിരുന്ന അഗസ്റ്റിൻ ഏജിലെ പല കാര്യങ്ങളും റൊമാൻറ്റിക് പീരിയഡിലെ എഴുത്തുകാർ തള്ളിക്കളഞ്ഞതുപോലെ റൊമാൻറ്റിക് പീരിയഡിലെ പല ആശയങ്ങളെയും പിന്നീട് വന്ന വിക്ടോറിയൻ ഏജിലുണ്ടായിരുന്ന ക്രിട്ടിക്സ് അവരുടെ പല ആശയങ്ങളെയും തള്ളിക്കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വില്യം വേർഡ്സ്വർത്ത് 1770-1850. William Wordsworth was born in Cockermouth in the Lake District in northwestern England in 1798. Along with the Coleridge, he published lyrical ballad with a few other poems. The publication of his books is generally regarded as the beginning of Romanticism in English literature. Wordsworth was dragged into criticism as his poems were violently criticized by the neoclassical critics of the Edinburgh and Quarterly Reviews. The chief of his critical papers is the preface to the second edition of the lyrical ballad, dates 1800s. It was revised and enlarged in 1802 and 1815. The revisions had an appendix in 1802 and an essay supplementary in 1815. In all these, Wordsworth subjects his poetic diction and his views of poetry. വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കോക്കർമൗത്തിലെ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ ഏകദേശം നോർത്ത് വെസ്റ്റ് ആയിട്ടുള്ള വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. 1798 കോൾറിഡ്ജുമായിട്ട് ചേർന്നിട്ട്, നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരനാണ് കോൾറിഡ്ജുമായിട്ട് ചേർന്നിട്ട് വില്യം വേർഡ്സ്വർത്ത് എഴുതിയിട്ടില്ല 1798 വില്യം വേർഡ്സ്വർത്തും കോൾറിഡ്ജും കൂടെ ചേർന്ന് എഴുതിയിട്ടുള്ള വർക്കാണ് ദ ലിറിക്കൽ ബാലഡ് വിത്ത് എ ഫ്യൂ അതർ പോയംസ് എന്ന് പറയുന്ന വർക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് വേർഡ്സ്വർത്തും കോൾറിഡ്ജും കൂടെ എഴുതിയിട്ടുള്ള ലിറിക്കൽ ബാലഡ് എന്ന് പറയുന്ന വർക്ക്. ആ ഒരു വർക്ക് അങ്ങനെ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്, ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു പബ്ലിഷിങ് അല്ലെങ്കിൽ പ്രസിദ്ധീകരണമാണ്
റൊമാൻറ്റിക് പീരിയഡിൻ്റെ തുടക്കമായിട്ട് മെൻഷൻ ചെയ്യുന്നത്, കണക്കാക്കുന്നത്. വേർഡ്സ്വർത്ത് ക്രിട്ടിക്സിലേക്ക് അല്ലെങ്കിൽ നിരൂപണത്തിലേക്ക് കടന്നു വരാൻ ഒരു കാരണം ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. ന്യൂ ക്ലാസിക്കൽ ക്രിട്ടിക്സ് ആയിട്ടുള്ള എഡിൻബർഗ് അതുപോലെ തന്നെ ക്വാർട്ടർലി റിവ്യൂസ് എന്ന് പറയുന്ന മാഗസിനിൽ, എഡിൻബർഗ് ആൻഡ് ക്വാർട്ടർലി റിവ്യൂസ് എന്ന് പറയുന്ന മാഗസിനിൽ വേർഡ്സ്വർത്തിൻ്റെ പോയട്രീനെ വളരെ നെഗറ്റീവായിട്ട് പലരും വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ആ വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ടായിരുന്നു വില്യം വേർഡ്സ്വർത്തിന്. അതുകൊണ്ടാണ് വില്യം വേർഡ്സ്വർത്ത് ക്രിട്ടിസിസത്തിലേക്ക് കടന്നു വരുന്നത്, അതിനൊരു മറുപടി എന്നോണം പറയാൻ വേണ്ടിയിട്ട്. പിന്നീടാണ് അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള ക്രിറ്റിസിസം, നിരൂപണങ്ങൾ കൂടുതലായിട്ട് എഴുതാൻ വേണ്ടി അദ്ദേഹത്തിന് സ്വയം ഉൾപ്രേരണ വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് പറയുന്നത് ദ ചീഫ് ഓഫ് ഹിസ് ക്രിട്ടിക്കൽ പേപ്പേഴ്സ് ഈസ് പ്രിഫേഴ്സ് ടു ദ സെക്കൻഡ് എഡിഷൻ ഓഫ് ദ ലിറിക്കൽ ബാലഡ്. ലിറിക്കൽ ബാലഡിൻ്റെ രണ്ടാമത്തെ എഡീഷൻ്റെ പ്രിഫേസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് 1800s 1800 ഈ ഒരു പുസ്തകം. 1802 1815 റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1802 റിവിഷൻ ഒരു അപ്പൻഡിക്സും, അതായത് ഒരു അനുബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1815 റിവിഷനിൽ ആ ഒരു പുസ്തകത്തിന് ഒരു എസ്സേ സപ്ലിമെൻ്ററി ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം വിഷയം എന്ന് പറഞ്ഞാൽ പോയറ്റിക് ലാംഗ്വേജും അതുപോലെ തന്നെ പോയട്രീനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തോട്ട്സുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു ക്രിറ്റിസിസത്തിലേക്ക്, നിരൂപണത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ കുറിച്ച് എഡിൻബർഗ് ആൻഡ് ക്വാർട്ടർലി റിവ്യൂസ് എന്ന് പറയുന്ന ഒരു മാഗസിനിൽ ഒരു ക്രിട്ടിക്കൽ റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാം ക്രിട്ടിക്കൽ റിവ്യൂ, നമുക്കതിനെക്കുറിച്ച് നമ്മൾ വിമർശിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ റിവ്യൂ വന്നപ്പം അതിന് മറുപടി എന്നോണം വില്യം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുണ്ടായിരുന്ന റിവ്യൂസിനെ, അതാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസിസത്തിൻ്റെ, നിരൂപണങ്ങൾക്കുള്ള തുടക്കം എന്നായിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ വില്യം വേർഡ്സ്വർത്തിൻ്റെ പോയറ്റിക് ഡിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. Poetic diction in simple language means language fit for poetry. It was this first force Wordsworth to write his preface. The neoclassical and earlier writers also had their views on poetic diction. The great Roman orator Cicero had divided his style into 3 categories: the low, the middle, and the high. The low was used to prove something, the middle was employed to make people happy, and the high or lofty was used to move people. Although this categorization was applied to the oratory, and it also improved helpful distinguishing the kinds of poetry by their style. The elegiac used the how-lie style, and the pastoral used in the middle style, and the epic used in the high or lofty style. The 18th century reduced to 3 to 2 and the low and the lofty. It rejected low words and the phrases unfit for poetic use. It means the words used in everyday speech became too familiar to ear and so lost all their power to impress. Poetic diction എന്ന് വെച്ച് കഴിഞ്ഞാൽ കവിതയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് എന്നാണ് അർത്ഥം. പോയറ്റിക് ഡിക്ഷൻ വിച്ച് മീൻസ് സിമ്പിൾ ലാംഗ്വേജ്, ഇറ്റ് മീൻസ് ദ ഔട്ട്ഫിറ്റ് ഫോർ പോയട്രി. ഒരു കവിതയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് എന്നാണ് പോയറ്റിക് ഡിക്ഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. അതേപറ്റി ആശയങ്ങൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വില്യം വേർഡ്സ്വർത്ത് ആ ഒരു പ്രിഫേസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പോയറ്റിക് ലാംഗ്വേജിനെ പറ്റി വേർഡ്സ്വർത്തിനേക്കാളും മുമ്പുണ്ടായിരുന്ന എഴുത്തുകാർക്കും നിയോ ക്ലാസിക്കൽ ക്രിട്ടിക്സിനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. മഹാനായിട്ടുള്ള റോമൻ ഓറേറ്ററായിട്ടുള്ള റോമക്കാരുടെ പ്രസംഗികനായിട്ടുള്ള സിസറോ പ്രസംഗികനായിട്ടുള്ള സിസേറോ അദ്ദേഹം എഴുത്ത് രീതികളെയും പ്രസംഗത്തിൻ്റെ രീതികളെയൊക്കെ 3 തരമാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു: ലോ, അതുപോലെ തന്നെ ഹൈ, മിഡിൽ. ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം തെളിയിക്കാനുള്ള രീതിയാണ് ലോ എന്ന് പറയുന്ന വാക്കുകൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. മിഡിൽ ആവട്ടെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള രീതിയും. എന്നാൽ ഹൈ എന്ന് പറയുന്നത്
ആൾക്കാരെ മാറ്റിമറിക്കാൻ ഉപയോഗിക്കുന്ന വാക്കായിരുന്നു. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ആ ഒരു പാർട്ടീഷൻ സ്പീച്ച് ഒറേറ്ററിക്ക് വേണ്ടിയുള്ളതായിരുന്നെങ്കിൽ കൂടി എഴുത്തിനും ഇത്തരത്തിലുള്ള വിഭജനങ്ങളൊക്കെ ബാധകമായിരുന്നു. കവിതയുടെ വിവിധ രീതികൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവയുടെ റൈറ്റിംഗ് സ്റ്റൈൽ അതിനനുസരിച്ചിട്ട് അവയെ തരംതിരിക്കാനൊക്കെ ഇത്തരത്തിലുള്ള ഡിവിഷൻസ് ഹെൽപ്ഫുള്ളായിരുന്നു എന്നാണ് പറയുന്നത്. എലിജിയാക് കവിത എന്ന് പറയുന്നത് ഒരു ലോ സ്റ്റൈലിലാണ് ഉപയോഗിക്കുന്നത്. എലിജി എന്ന് പറയുന്നത് ഒരാൾ സങ്കടം കൊണ്ട്, ഇപ്പം എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്ന കവിത കേട്ടിട്ടില്ലേ? അപ്പം അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഡെത്തിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ആ സങ്കടം, ആ ഒരു ഗ്രീഫ്, ആ ഒരു ഓരോ വരികളും നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള കവിതകളായിരിക്കും എലിജികൾ. അപ്പോൾ എലിജി എന്ന് പറയുന്ന ഒരു ലോ സ്റ്റൈലിലാണ്, അത്രയും അതായത് വളരെ സോഫ്റ്റാണ്, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് എഴുതുന്നത്. 18th സെഞ്ച്വറിയിൽ 3 രീതിയിലായിട്ട് തരംതിരിച്ചിട്ടുള്ള ഈ കവിതകൾ 2 തരങ്ങളിലായിട്ട് പിന്നെയും മാറ്റിയിട്ടുണ്ടായിരുന്നു, ലോയും ലോഫ്റ്റിയും. ആ പ്രകാരം താഴ്ന്ന വാക്കുകളും പ്രയോഗങ്ങളൊക്കെ തന്നെ പോയട്രിക്ക് സ്യൂട്ടബിൾ അല്ല എന്നാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിച്ച് കേട്ട് ഇങ്ങനെ ഒരുപാട് പഴക്കം വന്ന വാക്കുകൾ കവിതയ്ക്ക് സ്യൂട്ടല്ല എന്നുള്ള രീതിയിലാണ് പല എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാലപ്പഴക്കം കൊണ്ട് അവ പുതിയതും അതുപോലെ തന്നെ പഴയതും ഒക്കെ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള വാക്കുകൾക്ക് കുറേ മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളെപ്പോഴും പുതിയ വാക്കുകൾ ഉപയോഗിച്ചിട്ട് വേണം കവിതകൾ എഴുതാമെന്നാണ് പല എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് കവിത എഴുതി കഴിഞ്ഞാൽ ആ കവിതകൾക്ക് വലിയ ഒരു റീഡർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു പുതുമയൊന്നും തോന്നില്ല എന്നാണ് വേർഡ്സ്വർത്തിൻ്റെ വാദം.